ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഈ ഷോപ്പിംഗ് മോളിൽ വന്നതാണ്. എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഞാനിവിടെ വരും. കുറച്ച് ജീരകശാല റൈസ് വാങ്ങിക്കണം. ആര്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ റൈസ്. വെറും 120 രൂപയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജീരകശാല റൈസ് കിട്ടും. അതിൽ നിന്ന് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 12 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ലഞ്ച് റെഡിയാക്കും. അതിനായിട്ട് വളരെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്ത്, ഒരു ടൊമാറ്റോ, 2 പച്ചമുളകും. ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, സവാളയും ടൊമാറ്റോയും സ്ലൈസ് ചെയ്യണം, അതുപോലെ പച്ചമുളകും സ്ലൈസ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എത്രയോ ഇനം അരികളുണ്ട് ബിരിയാണി റൈസായിട്ട്, പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് എന്തായാലും ജീരകശാല റൈസ് തന്നെയാണ്. ഇവിടെ കിട്ടുന്ന എല്ലാത്തരം റൈസുകളും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു മണവും രുചിയും വേറെ ഒരു റൈസിനും ഇല്ല തന്നെ. അരി നന്നായിട്ട് കഴുകിയെടുത്ത് വയ്ക്കാം. 1 കപ്പ് അരിയാണിത്. ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ നന്നായിട്ട് ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം, അതുപോലെ 1 ടീസ്പൂൺ നെയ്യും. ഓയിൽ ഇത്രയൊക്കെ ധാരാളം മതി. 1/2 ടീസ്പൂൺ ജീരകം ഇടാം. ജീരകം പൊട്ടുമ്പോഴേക്ക് ഈ സവാളയും ഈ പച്ചമുളകും കൂടിയിട്ട് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, മൊത്തത്തിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് കഴിക്കാൻ പാകമാകുമെന്ന്. ചെറുതായി ഒന്ന് വാടുമ്പോൾ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി മിക്സിയിൽ അരച്ചെടുത്തതാണ്. നമ്മളിതിൽ എണ്ണയൊക്കെ വളരെ കുറച്ചല്ലേ ചേർത്തത്, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കാതിരുന്നത്. ഇപ്പോൾ ടൊമാറ്റോയിൽ നിന്നൊക്കെ ഊറി വന്ന വെള്ളം ഉള്ളതുകൊണ്ട് ഇത് ഒട്ടും തന്നെ അടിയിൽ പിടിക്കുകയില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിൽ നമ്മൾ നേരത്തെ കഴുകി വെച്ച റൈസ് ചേർക്കാം. ഇതുപോലെ കുറച്ച് റൈസ് വീട്ടിൽ കരുതിയിരുന്നാൽ കറികളൊന്നും ഇല്ലെങ്കിലും ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വിശന്ന് വരുമ്പോഴോ ഒക്കെ 10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് റെസിപ്പിയാണിത്. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഒഴിക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലില്ലെങ്കിൽ പശുവിൻ പാൽ തിളപ്പിച്ച് ആറിയ പശുവിൻ പാൽ, നമ്മൾ മിൽമ പാലൊക്കെ കടയിൽ നിന്ന് കിട്ടുന്ന അതുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 കപ്പ് ഒഴിക്കാം. 1 കപ്പ് സാധാരണ വെള്ളവും കൂടി ചേർക്കാം. 2 കപ്പ് ടോട്ടലായിട്ട് ഒഴിക്കണം. വെള്ളമാണെങ്കിലും 2 കപ്പ് ഒഴിക്കണം. പാലാണെങ്കിൽ ഇതുപോലെ 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ ഒഴിച്ചത് 2ാം പാലാണ്. രാവിലെ കറക്കി എടുത്തതിന് ശേഷം കുറച്ച് അധികം വന്നിരുന്നതാണ്. അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്തതാണ്. ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം. 1/2 ടീസ്പൂൺ ഉപ്പ് വീണ്ടും ഇട്ടു. 1/2 ടീസ്പൂൺ ഉപ്പാണ് ടോട്ടലായിട്ട് ഇട്ടത്. ഇത് അടച്ചു വച്ചിട്ട് 3 വിസിൽ, ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിൽ. ഇനി ഇത് റെഡി ആകുമ്പോൾ ചേർക്കാനായിട്ട് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വയ്ക്കാം. ഇത് കഴിക്കാനായിട്ട് ഞാൻ ഒരു കറിയും ഉണ്ടാക്കുന്നില്ല. ഒന്നാമതായിട്ട് ഈ പുലാവിന് യാതൊരു കറിയുടെയും ആവശ്യമില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ നല്ല വിശപ്പുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഈ ഒരു പുലാവ് തൈരിനോടൊപ്പം കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്, മറ്റൊരു കറിയേക്കാളും. കുറച്ച് കട്ടി തൈര് എടുത്തിട്ടുണ്ട്. അതിലൊരല്പം ഉപ്പ് മാത്രം ചേർക്കാം. അല്ലാതെ സവാളയോ കുക്കുംബറോ ടൊമാറ്റോയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര മണമാണ്. ഈ ജീരകശാല റൈസിന് ഭയങ്കര മണമാണ്. ഇതിൽ വെറും 1 ടീസ്പൂൺ ഗരം മസാല മാത്രമാണ് ചേർത്തത്. എന്നിട്ടും അരിയുടെ ഭയങ്കര ഒരു നല്ല ഫ്ലേവറും മണവുമാണ്. ചോറ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടഞ്ഞിട്ടുമില്ല, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നതുമില്ല. സാധാരണ ബിരിയാണി റൈസൊക്കെ ഇതുപോലെ കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യും. അതിൽ നാരങ്ങ നീരൊക്കെ ഒഴിക്കണം. എന്നാൽ ഈ റൈസിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്രയ്ക്ക് നല്ലതാണ് ഈ റൈസ്. ഇനി കുറച്ച് ഗ്രാൻഡായിട്ടാണ് ഇതുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റൈസ് ഇതുപോലെ ഉണ്ടാക്കുക. ഇതിൻ്റെ കൂടെ ബട്ടർ ചിക്കനോ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാലയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. രാവിലെ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണെങ്കിൽ ഇതിലും എളുപ്പത്തിൽ വേറൊരു ലഞ്ച് ഉണ്ടാക്കാനായിട്ടില്ല. അത്രയ്ക്ക് എളുപ്പമാണ്.
തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. കുക്കർ തുറന്ന് ഒരല്പം തണുത്തതിന് ശേഷം ഇതുപോലെ മല്ലിയില ഇട്ടാൽ മതി. അപ്പോൾ നല്ല മണമാണ് ഈ ചോറിന്. അതുപോലെ കുറച്ച് ഗ്രീൻ ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.